ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 8 തിരുവചന ഭാഗം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. വായിക്കപ്പെട്ട തിരുവചനത്തെ തിരുമേനിയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ, ഒരു നന്മയായി മാറട്ടെ. എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുകയും നല്ല പ്രോത്സാഹനങ്ങളും അതുപോലെ നല്ല പ്രാർത്ഥന സപ്പോർട്ടും ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. നാം വായിച്ച തിരുവചന ഭാഗത്ത് നിന്ന് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന ചില ചിന്തകൾ അടർത്തിയെടുത്ത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതായത് ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ദർശനമുള്ള ഒരു വ്യക്തിയെ കെണിവെച്ച് തകർക്കാൻ ദുഷ്ടപിശാച് പദ്ധതിയിടും. എന്നാൽ നാം അതിനെ ആമേൻ പ്രാർത്ഥനയാൽ ആമേൻ ജയിക്കുവാനിടയായിട്ട് തീരണം. യോസേപ്പ് ഒരു നല്ല സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതോടുകൂടെ അവൻ്റെ സഹോദരന്മാർ ആ യോസേപ്പിനെതിരായി. ഇന്നും ആത്മീയ ജീവിതത്തിൽ ദർശനമുള്ളവനെ, സ്വപ്നമുള്ളവനെ തകർക്കാൻ ഒരു ലോബിയുണ്ട്, തകർക്കാൻ ഒരു ലോകമുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ തകർക്കാൻ ശ്രമിച്ച 11 സഹോദരന്മാർ ജഡത്തിൽ ജീവിച്ചപ്പോൾ യോസേപ്പ് ദർശനമുള്ളവൻ, ആമേൻ, ആ ദർശനത്തിൽ അവൻ ജീവിപ്പാനായിട്ടിടയായി. ദർശനം കണ്ട നിമിത്തം വലിയ പ്രതികൂലം വില യോസേപ്പ് കൊടുക്കേണ്ടി വന്നു. കാരണം നിന്റെ ദർശനത്തിന് എത്രത്തോളം വലിപ്പമുണ്ടോ അത്രത്തോളം വലിപ്പം കാണും നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്. ചില ദൈവദാസന്മാർക്ക്, ചില ദൈവമക്കൾക്ക് വലിയ പ്രതികൂലമാ, വലിയ കഷ്ടതയാ. കാരണം എന്താ? ആമേൻ, നീ കണ്ട ദർശനം, ദൈവം നിന്നെ ആക്കി വെക്കാൻ പോകുന്ന പദവി ഉന്നതമായതുകൊണ്ട് അല്പം വേദനയിലൂടെ, അല്പം ഭാരത്തിലൂടെ ആമേൻ ദൈവത്തിൻ്റെ വഴിയിലേ നീ കടന്നു പോകേണ്ടി വരും. ഈ ചില ആൾക്കാർക്ക് ഒരു പ്രതികൂലവും ഇല്ല, കാരണം ദർശനമൊന്നുമില്ല. ഞാനിങ്ങനെ പറയും, ഈ ചിലർ പിശാചുമായിട്ടൊരു കോംപ്രമൈസില്ല. അവർ പറയും, ഞാനോ എൻ്റെ ഭാര്യയോ മക്കളോ ഞങ്ങളുടെ കുടുംബമൊന്നും നിന്നെ ശാസിക്കാനോ ഫൽസിക്കാനോ ദേശത്ത് വലിയ ആത്മീയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾ വരുത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ ദയവായിട്ട് എന്ത് ചെയ്യരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. കോംപ്രമൈസാ. എന്നാൽ ദൈവത്തിൻ്റെ പേരിൽ ദർശനമുള്ളവന് പിശാചുമായിട്ടൊരു കോംപ്രമൈസും ഇല്ല. ആമേൻ. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി വളരെ ശക്തമായി ധീരമായിട്ട് നിൽക്കുമ്പോൾ പിശാച് നമ്മളെ വെടിവെക്കാൻ തുടങ്ങും. പിശാച്
നിനക്കെതിരായിട്ട് നിൽക്കുന്ന കാണുമ്പോഴേ നീ ഓർത്തോണം, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ആമേൻ. ദർശനം വലുതായി പോയെന്ന് ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയാണെങ്കിലും ഈ സന്ദർഭോചിതമായിട്ട് പറയുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ കരുതുക. കാരണം പല ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉപമകളൊക്കെ പറഞ്ഞ് വചനമൊക്കെ ചേർത്ത് പ്രസംഗിക്കുന്നുണ്ട്. താല്പര്യമുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവർ കുറച്ചുകൂടെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. പണ്ട് ഒരാൾ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഈ ചെറിയ മീനെ കിട്ടിയപ്പോഴെല്ലാം പുള്ളിയുടെ പൂണിക്കകത്ത് മീനിടുന്ന പാത്രത്തിൻ്റെ അകത്തിട്ടു. വലിയ മീൻ, ഒരുമാതിരി ഇച്ചിരി വലിപ്പമുള്ള മീനെ കിട്ടിയപ്പോഴെല്ലാം പുള്ളി എടുത്ത് അതിനെ വെള്ളത്തിൽ വിട്ടു. ഒരാളിത് കണ്ടുകൊണ്ട് നിന്നിട്ട് ഇവനോട് ചോദിച്ചു, എടാ ഈ വലിയ മീനെയൊക്കെ നീ എന്തിനാ ഈ വെള്ളത്തിലോട്ട് വിട്ടിട്ട് ചെറിയ മീൻ മാത്രമേ ഉള്ളല്ലോ നീ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയാം, ഞങ്ങളുടെ വീട്ടിൽ വലിയ മീൻ പിടിച്ചുകൊണ്ട് ചെന്നാൽ അതിനെ പൊരിക്കാനുള്ള ചട്ടിയില്ല, ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ചട്ടിയാണ്. അപ്പോൾ ഈ ഊപ്പയാണ്, ചെറിയ മീനാണെങ്കിൽ ഞങ്ങൾക്ക് പൊരിക്കാൻ സൗകര്യമുണ്ട്, അതിനെ ചെറുതെടുത്തിട്ട് വലുത് വിടുന്നു. ചില ആൾക്കാർ ഇങ്ങനെ, അവർക്ക് വലിയ ദർശനങ്ങളും വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. ആമേൻ, ആമേൻ. ചെറിയ അവർ പ്രവർത്തനം ചെയ്യത്തില്ലെന്നല്ല, വലുതായിട്ട് ചെയ്യുന്നവരെ ചെയ്യാനൊട്ട് അനുവദിക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വൈദ്യരെ ഒരു വലിയ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വലിയ ദർശനത്തിലേക്ക് ആമേൻ ദൈവം നടത്താനായിട്ട് ശക്തനാണ്. യോസേപ്പിൻ്റെ വീട്ടിൽ ഒന്നാമത് കെണി വെച്ചത് വീട്ടിൻ്റെ അകത്ത കെണി. രക്തബന്ധങ്ങളെ ശത്രു തനിക്കെതിരാക്കി. യോസേപ്പിനെ കണ്ടപ്പോഴേ അവർ യോസേപ്പിന് ഇരട്ടപ്പേരിട്ടു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്. ആമേൻ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ വൈതലേ, അവരെ യോസേപ്പിനെ ആമേൻ വീട്ടിൻ്റെ അകത്ത് കെണിവെച്ചെന്ന് മാത്രമല്ല, അവർ ഭയങ്കര ഒരു പദ്ധതി തയ്യാറാക്കി. ആമേൻ. നമുക്കറിയാം കഥ എന്താണെന്നൊക്കെ നമുക്കറിയാം. യോസേപ്പിനെ അവർ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടു. എന്നിട്ട് അവൻ്റെ വസ്ത്രം ഊരിയെടുത്തിട്ട് ഒരു കാട്ടുമൃഗത്തെ കൊന്ന് ആ മൃഗത്തിൻ്റെ രക്തം ആ വസ്ത്രത്തെ പുരട്ടിയിട്ട് അപ്പനോട് പറഞ്ഞു, നിന്റെ മകൻ യോസേപ്പിനെ ഒരു മൃഗം കടിച്ചു കീറി. കഥയുണ്ടാക്കി. ആമേൻ. തിരക്കഥ, സംഭാഷണം, സംവിധാനം, സംഘട്ടനം ഒക്കെ ഓരോ സഹോദരന്മാർ ഏറ്റെടുത്തു. അവരത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പൻ്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചു. അപ്പനെ കരയിപ്പിച്ചു. യോസേപ്പിനെ ആമേൻ വിറ്റ് കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഒരടിമയ്ക്ക് അക്കാലത്ത് 7 വെള്ളിക്കാശ. പക്ഷേ യോസേപ്പിന് പൊട്ടക്കുഴി കിടന്നവന് 20 വെള്ളിക്കാശ് കിട്ടി. ഞാൻ പറയും, ദർശനമുള്ളവൻ കുഴി കിടന്നാലും കാശ. നിനക്ക് ദൈവത്തിൻ്റെ വിളിയുണ്ടോ? ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ 100 അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. എല്ലാവരും തള്ളിക്കളഞ്ഞാലും എല്ലാവരും ഉപേക്ഷിച്ചാലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ ചവിട്ടിത്താക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നിന്നെ ഉയർത്തിയിരിക്കും, ദൈവം നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണ്. ആമേൻ. യോസേപ്പിനെ വിലയ്ക്ക് വാങ്ങിയത് സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരികളാണ്. അവര് സന്നിനായകം, ഗുൽഗുലു, ഹൽബാന പശ, നിർമ്മല സാമ്പ്രാണി, ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരികളാണ് ഇസ്മായിലിൻ്റെ കച്ചവടക്കാർ. കാരണം ആ കൂട്ടത്തിൽ അല്പസുഗന്ധമുള്ളവൻ കുഴി കിടക്കുന്നവനാണ്. ആമേൻ. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വിഷമമൊന്നും തോന്നരുത്. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇച്ചിരി കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരുത്തനുണ്ടെങ്കിൽ അവരോട് ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ അസൂയ. ഈ ചില സഹോദരങ്ങളുണ്ട്, പറയുന്നുണ്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മളെല്ലാ സഹോദരങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ അവർക്കിഷ്ടമാണെങ്കിലും അവരെക്കാൾ ഉയരുന്നത് അവർക്കിഷ്ടമല്ല. അവരുടെ മക്കൾ പഠിക്കുന്നതിൻ്റെ മേളിൽ പഠിക്കരുത്. അവരെടുക്കുന്ന വസ്ത്രത്തിന് മേളിൽ നമ്മളൊരു വസ്ത്രം എടുക്കരുത്. അവർ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മേളിൽ നമ്മളൊരു കാര്യം ചെയ്യരുത്. ആമേൻ. അങ്ങനെ ചിന്തിച്ചിട്ടോ കാര്യമുണ്ടോ? ദൈവം ഒരുത്തനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരുത്തനെ മാനിക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ പരിധി നിശ്ചയിക്കുന്നത് സഹോദരങ്ങളല്ല, ബന്ധുക്കളല്ല, ചാർച്ചക്കാരല്ല, തമ്പുരാനാ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസുഗന്ധമുള്ളതിനെ ആമേൻ വിലയ്ക്ക് വാങ്ങി. ആമേൻ. ഇനി ഇപ്പോൾ ഒന്നാമത്തെ കെണി വീട്ടിൻ്റെ അകത്തായിരുന്നെങ്കിൽ അടുത്ത രണ്ടാമത്തെ കെണി എവിടെ വെച്ചത്?
രണ്ടാമത്തെ കെണി വചനം പറയുന്നു, ഈ യോസേഫിനെ കൊണ്ടു വിറ്റതവിടെ പോത്തിഫറിന്റെ വീട്ടിൽ. ആമേൻ. പോത്തിഫർ ആ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും യോസേഫിനെ ഭരമേൽപ്പിച്ചു. യോസേഫ് വിശ്വസ്തയോടുകൂടെ നിന്നു. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആ വീട്ടിൻ്റെ അകത്ത് പാപത്തിന്റെ രൂപത്തിൽ പിശാച് അവനെ പരീക്ഷിച്ചു. ആ പരീക്ഷയ്ക്കകത്ത് അവൻ വീണില്ല. അതുകൊണ്ട് പോത്തിഫറിന്റെ ഭാര്യ മറ്റൊരു തിരക്കഥ എഴുതി യോസേഫിനെ കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിന്റെ പരിക്കൻ തറയിൽ മുട്ടുമടക്കി യോസേഫ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. 100% നീതി എൻ്റെ ഭാഗത്തുള്ളപ്പോൾ, 100% ന്യായം എൻ്റെ ഭാഗത്തുള്ളപ്പോൾ എന്തിന് ആമേൻ ഞാൻ ഈ കഷ്ടതയൊക്കെ അനുഭവിക്കണം? ദൈവം അവനോട് ഇങ്ങനെ സംസാരിച്ച് കാണും. അവനോട് പറഞ്ഞു, ആമേൻ, പാപം പണം വിടർത്തിയാടുന്ന പോത്തിഫറിന്റെ വീട്ടിലെ പട്ടുമത്തയേക്കാൾ യോസേഫേ, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയത് ഈജിപ്ഷ്യൻ കാരാഗ്രഹത്തിന്റെ പരിക്കൻ തറയാണ്. പലരും സഹായിക്കാമെന്ന് പറഞ്ഞു കാരാഗ്രഹത്തില്ല. അപ്പക്കാരനും പാനപാത്രവാഹകനും ഒക്കെ പറഞ്ഞു സഹായിക്കാം. പക്ഷെ ആരും സഹായിച്ചില്ല. ഒറ്റപ്പെട്ട് കാരാഗ്രഹത്തിന്റെ അകത്ത് അവൻ നിലവിളിക്കുക. കാരണം കണ്ട സ്വപ്നം എന്തൊക്കെയാ? എന്താ യോസേഫ് കണ്ട സ്വപ്നം? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടെ അവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു, വണങ്ങുന്നു. കറ്റക്കെട്ടുകൾ വണങ്ങുന്നു. നല്ല ദർശനം. ഈ ചില ആൾക്കാര് സഭയിലൊക്കെ ദർശനം പറയും. ദർശനം കാണുമ്പോൾ അവരും പേടിക്കും, പറയുമ്പോൾ നമ്മളും പേടിക്കും. ചിലർ സഭയിലൊക്കെ എഴുന്നേറ്റ് ഇന്ന്, പണ്ട് കോട്ടയം പുഷ്പനാഥ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഡിറ്റക്റ്റീവ് നോവലൊക്കെ എഴുതുമായിരുന്നു, പ്രേതത്തിൻ്റെയൊക്കെ കഥ. അന്ന് അത് വിവരിക്കുന്നത് പോലെയാണ് ചിലർ സഭയിൽ എഴുന്നേറ്റ് ഇന്ന് മറ്റുള്ളവരോട് അവർ കണ്ട ദർശനത്തെക്കുറിച്ച് പറയുന്ന. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ സമയം കുറുക്കൻ ഓരിയിടുന്നു, പട്ടി കൂവുന്നു, അതിൻ്റെ ഇടയ്ക്ക് എവിടുന്നോ ഒരു കാറ്റ് ജനലിൻ്റെ പാളി തുറന്നു കിടന്നു, വെള്ള കർട്ടൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി, ജനലിൻ്റെ പാളിയിലൂടെ ഏതോ ഒരു ഭീമാകാരനായ ജീവി അകത്തേക്ക് കയറി വരുന്നത് കണ്ടു. അന്ന് കിടക്കയിൽ വന്ന് എൻ്റെ ചങ്കത്ത് കയറിയിരുന്നു, എൻ്റെ പെടലിക്ക് ഞെക്കിപ്പിടിച്ചു. അപ്പച്ചാന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പാന്ന് വിളിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കി ഞാനിപ്പോൾ ഒന്നും ഓർക്കുന്നില്ല. ഇത് കാണുമ്പോൾ നീയും പേടിക്കും, പറയുമ്പോൾ തവയിലുള്ള പാവപ്പെട്ടവനും പേടിക്കും. ഇതല്ല ദർശനം, ഇതല്ല സ്വപ്നം. തളർന്നിരിക്കുന്ന നിന്നെ താങ്ങി നിർത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന സ്വപ്നമല്ലോ കാണും. യോസേഫ് കണ്ട സ്വപ്നം അവൻ ഭാവിയിൽ ആരാകും എന്നുള്ളതാണ്. അത് കാണണം. ഡിറ്റക്റ്റീവ് നോവലിന് എഴുതാൻ പറ്റുന്നതല്ല കാണുന്നത്. പ്രാർത്ഥിച്ച് നല്ല ദൈവകൃപയെ പ്രാർത്ഥിച്ച് ആരാധിച്ചിട്ട് പിന്നെ ചില ആൾക്കാരുണ്ട് കിടക്കാൻ നേരം കുറേ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറേ വീഡിയോയുടെ ക്ലിപ്പുകളും കുറേ സിനിമയുടെ പരമ്പരയൊക്കെ കണ്ടേച്ച് കിടന്നാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇതുപോലുള്ള ടെലിവിഷൻ പ്രഭാഷണത്തിലൂടെ പറയുന്നതെന്നു ചോദിച്ചാൽ അനേക പ്രിയപ്പെട്ടവർ നല്ല സന്ദേശങ്ങളുണ്ടെങ്കിൽ കേൾക്കത്തില്ല, നല്ല വചനമുണ്ടെങ്കിൽ കേൾക്കത്തില്ല, അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇതുപോലുള്ള സ്വപ്നമൊക്കെ അല്ലേ കാണത്തുള്ളൂ. സ്വപ്നം കണ്ട് പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ദൈവകൃപയിൽ പ്രാർത്ഥിച്ച് കിടന്നാൽ മതി. നല്ല വചനമൊക്കെ കേട്ടിട്ട് കിടക്കും. അപ്പം സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യമൊക്കെ വായിച്ചിട്ട് കിടക്കുക. അപ്പം കർത്താവ് സ്വർഗീയ ദർശനങ്ങളൊക്കെ കാണിക്കും. അല്ലാത്തൊക്കെ കണ്ടേച്ച് വായിച്ചു കിടന്നാൽ അത് കാണും. കാരാഗ്രഹത്തിൻ്റെ ആ പരിക്കൻ തറയിൽ കരഞ്ഞ് യോസേഫ് പ്രാർത്ഥിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. നീ ഭാവിയിൽ ആരാകുമെന്ന് ഞാൻ നിന്നെ നേരത്തെ കാണിച്ചു. അപ്പോൾ യോസേഫ് ദൈവത്തോട് ചോദിക്കുക, ദൈവം എന്നെ കാണിച്ച സ്വപ്നം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ വണങ്ങുന്നു, കറ്റക്കെട്ടുകൾ എന്നെ വീണ്, ഇതൊക്കെയല്ലേ കാണിച്ചത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ദൈവം എന്നെ കാണിച്ചില്ലല്ലോ. എന്താ സംഭവിച്ചത്? പൊട്ടക്കുഴി സഹോദരന്മാർ ദ്വേഷിച്ചു, അവിടെ കണി വെച്ചു, പൊട്ടക്കുഴിക്കകത്ത് തള്ളിയിട്ടു. വന്ന് കയറിയത് പോത്തിഫറിൻ്റെ വീട്ടിൽ. അവിടെ പോത്തിഫറിൻ്റെ ഭാര്യ തനിക്കെതിരായി പാപത്തിൽ തന്നെ പിടിക്കാൻ നോക്കി. അവസാനം കള്ളക്കേസായി, കാരാഗ്രഹത്തിലായി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞില്ലല്ലോ. ആമേൻ. ദൈവനോട് പറയുക, യോസേഫേ, നീ ഭാവിയിൽ ആരാകുമെന്ന്
ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? യോസേപ്പ് പറഞ്ഞില്ല. ദൈവം പറയുക, പ്രതികൂലം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ നീ പിന്മാറിപ്പോകാതിരിക്കാൻ, നീ തകർന്നു പോകാതിരിക്കാൻ, നീ ഭാവിയിൽ ആരാകുമെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാണ്. ഈ അനുഭവം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് ശരിക്കറിയാം. ആരോടൊക്കെയോ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആമേൻ. നല്ല നല്ല ദർശനങ്ങൾ കണ്ടിട്ട് നീതി ജീവിതത്തിലുള്ളപ്പോൾ, ന്യായം നിന്റെ ഭാഗത്തുള്ളപ്പോൾ, ഒറ്റപ്പെട്ട ഒരു കുറ്റവാളിയെ പോലെ നിന്റെ വീട്ടിൻ്റെ അകത്ത് ആമേൻ ആയിരിക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ, ആരോട് പോയി ദുഃഖം പറയും, ആരോട് ഞാൻ എൻ്റെ വേദന പങ്കുവെക്കും, എനിക്ക് പോയി പറയാൻ പോലും ഒരു ഇടമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിരിക്കും നിന്നോട് ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഇടപെടുക. ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ ചില കെട്ടുകളൊക്കെ പൊട്ടി മാറണം, ചില ബന്ധനങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഉടയണം. ഒരു പ്രവാചകൻ എൻ്റെ തലേ കൈവെക്കണ്ട, ഒരു അന്യഭാഷയും പറയണ്ട. വചനമായിട്ട് പറയുമ്പോൾ വചനം നിന്റെ ബന്ധനത്തെ പൊട്ടിക്കും, വചനം നിന്റെ കെട്ടഴിക്കും, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. യോസേപ്പിനോട് ദൈവം പറയുക, നീ ഭാവിയിൽ ആരാകുമെന്ന് ഞാൻ നേരത്തെ നിന്നെ അറിയിച്ചത് ഇല്ലേ? പ്രവാചകന്മാർ ചില ദൂത് പറഞ്ഞിട്ടില്ലേ? ആമേൻ. നിന്റെ തലമുറയുടെ നന്മ നീ കാണുമെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയ്ക്കൊന്നും നീ രോഗം വന്ന് മരിക്കുകയല്ല. ദൈവം നിനക്ക് ദീർഘായുസ്സ് വന്നിരിക്കുക. കാരണം തലമുറയുടെ നന്മ കാണാൻ ഇപ്പം മരിച്ചാൽ എന്നാ കാര്യം നടക്കുന്നു? അതുകൊണ്ട് മരണഭയം മാറിപ്പോട്ടെ. ചില വിടുതൽ നിന്റെ ഭവനത്തിൽ അയക്കുമെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിടുതൽ ദൈവം അയച്ചിരിക്കും, ആ നന്മ ദൈവം പകർന്നിരിക്കും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, ആ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോട്ടെ. ആമേൻ. വീട്ടിൻ്റെ അകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ കേൾക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ഇന്ന് ഈ വചനം നിന്റെ ഭവനത്തിൻ്റെ കെട്ടഴിക്കുക. ആമേൻ. നാളുകളായി നീ അനുഭവിക്കുന്ന, ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരം ഇറക്കി വയ്ക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. ചില വിടുതൽ നടക്കട്ടെ. അത് രോഗമായിരിക്കാം, അത് സാമ്പത്തിക ഞെരുക്കമായിരിക്കാം. ആമേൻ. അത് ഹൃദയത്തിൻ്റെ അകത്ത് വലിയൊരു ഭാരം പോലെ. ഹല്ലേലൂയ. നീതിയുണ്ട്, ന്യായമുണ്ട്, പക്ഷേ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് വീട്ടിൻ്റെ അകത്ത്. ആരും സഹായിക്കാനില്ല, വേദനയൊന്നും ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല. ആമേൻ. സ്വത്രം. വചനത്തിന് മുൻപാകെ കർത്താവ് നിന്നെ ഒന്ന് പണിതെടുക്കുക. എനിക്കറിയാം, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ ഭാരം അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതെനിക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തന്നൊരു ദൂതാണ് എന്ന് ആമേൻ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ചില മേഖലകളിൽ വിടുതൽ ദൈവം അയക്കുക. ചില ബന്ധനങ്ങളൊക്കെ പൊട്ടിപ്പോട്ടെന്നേ, ചില കെട്ടൊക്കെ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ചില വിടുതൽ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്കറിയാം, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ വർഷപ്പഴക്കമുള്ള ആമേൻ ചില വിഷയങ്ങൾ, ആമേൻ ചില ചുരുളുകൾ ദൈവം അഴിക്കുക, ചില കേട്ട് ദൈവം അഴിക്കുക. നിന്റെ ഭവനത്തിൻ്റെ അകത്ത് നിന്നെ ദ്വേഷിച്ചവർ, ആമേൻ, നിന്നെ ഒറ്റുകൊടുത്തവർ, നിന്നെ തകർത്തവർ, നിന്നെ ചതിച്ചവർ, നിന്നെ വഞ്ചിച്ചവർ, നിന്നെ പുച്ഛിച്ചവർ, ആമേൻ, എല്ലാത്തിനും ഒരു മറുപടിയുണ്ട് യോസേപ്പേ, എല്ലാത്തിനും ഒരു മറുപടിയുണ്ട്. നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്നും ആ ദൈവം നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമാണെന്നും ആമേൻ ദൈവം വെളിപ്പെടുത്തുന്ന ആമേൻ ഒരു ദിവസം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വചന വെളിപ്പാടിൽ കൂടെ, അഭിഷക്തന്മാരിൽ കൂടെ ദൈവം സംസാരിക്കുകയാണ്. ആമേൻ. ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വീട്ടിൽ ആരാധനയുണ്ടോ? ആമേൻ. ഇന്നെല്ലാവർക്കും ആൻഡ്രോയിഡ് സെറ്റും ആമേൻ 55, 60, 70 ഇഞ്ചും ടിവിയും സ്ക്രീനും ഒക്കെ നിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുണ്ടോ നിൻ്റെ വീട്ടിൽ? എല്ലാം ആധുനികതയ്ക്ക് വഴിമാറി. ആമേൻ. ആമേൻ. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ചറ്റക്കുടിൽ മൺകട്ട കെട്ടിയ വീട്, ആമേൻ, ചറ്റപ്പുരയൊക്കെ ദൈവം മാറ്റിയത് ടെറസാക്കി എല്ലാം തന്നപ്പോൾ ഉണ്ടോ നിൻ്റെ വീട്ടിൻ്റെ അകത്തൊരു പ്രാർത്ഥനാമുറി? ഹല്ലേലൂയ. അനേക ദൈവിക നന്മകൾ അനുഭവിച്ച നീ, അനേക ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ച നീ, ആമേൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞൊരനുഭവം. നിന്റെ വീട്ടിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, നിന്റെ മക്കൾ ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ, ഒരു കോട്ടേജ് മീറ്റിംഗ് പോലും നിന്റെ വീട്ടിൽ നടക്കുന്നില്ലെങ്കിൽ, ഒരു ദൈവദാസമാനെ നിന്റെ വീട്ടിൽ നീ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, നീ പിന്മാറ്റത്തില്ല.
നീ യേശുവിനെ തള്ളിപ്പറയുക. വാക്കുകൊണ്ടല്ല, നാക്കുകൊണ്ടല്ല, നിന്റെ സ്വഭാവം കൊണ്ട്, നിന്റെ ചെയ്തി കൊണ്ട് നീ യേശുവിനെ തള്ളിപ്പറയുക. പിശാച് കെണി വെച്ചിരിക്കുക പലരും. പ്രയോജനപ്പെടുമെന്ന് മനസ്സിലായി നിന്റെ പ്രയോജനത്തെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങൾ ആമേൻ ശത്രു കൊണ്ടുവരും. ഒരു മടങ്ങി വരവിന്റെ ദൂതാ കേട്ടോ. കെണി പൊട്ടിക്കണം, കെണി പൊട്ടിക്കണം. ആമേൻ. പത്രോസിന്റെ കെണി യേശു എങ്ങനെയാ പൊട്ടിച്ചത്? ഒരു തീയുടെ മുമ്പിൽ, മഹാപുരോഹിതന്റെ അകത്തളത്തിൽ കത്തിയ തീയുടെ മുമ്പിൽ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ, അവൻ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവ് കരയിലൊരു തീ കൂട്ടി, അതിൻ്റെ മേൽ മീനെടുത്ത് വെച്ചു. മീൻ പിടിച്ചിട്ട് വന്ന പത്രോസ് ആമേൻ കനലിൽ ചുട്ടു വെച്ചിരിക്കുന്ന മീനും ഒക്കെ കണ്ടപ്പോ ആമേൻ അവൻ തന്റെ നാഥനെ താൻ തള്ളിപ്പറഞ്ഞ കർത്താവിനെ അവൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു നിർത്താം. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് യെരൂശലേമിൽ വലിയ പ്രതികൂലമുണ്ടായി. സഭയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. സ്തെഫാനോസിനെ ആമേൻ കല്ലെറിഞ്ഞു കൊന്ന കാലഘട്ടം, ദൈവദാസന്മാരെ മുഴുവൻ പിടിച്ച് കയ്യാമം വെച്ച കാലഘട്ടം, ഇരട്ടച്ചങ്കുള്ള കുന്തം പിടിച്ച പന്തം പിടിച്ച ആരോഗ്യ ദൃഢഗാത്രന്മാരും ആയോധന കലാവീരന്മാരും മെയ്വഴക്കമുള്ള റോമൻ പടയാളികൾ ക്രിസ്ത്യാനികളെ വേട്ടയാടിയ കാലഘട്ടം, യഹൂദ മതം ദൈവസഭയെ തകർക്കാൻ പദ്ധതിയിട്ട കാലഘട്ടം, പാവപ്പെട്ടവന്റെ രക്തം നെടുനീളത്തിൽ പുഴ പോലെ ഒഴുക്കിയ സിംഹാസനത്തിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തെ കിടകിട വിറപ്പിച്ച നീറോ ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ഡൊമീഷ്യൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ശക്തമായ വെല്ലുവിളികളും പ്രതികൂലങ്ങളും സുവിശേഷത്തിന് ഉയർന്ന കാലഘട്ടത്തിൽ ഈ പത്രോസിനെ അറസ്റ്റ് ചെയ്തു. സുവിശേഷം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു. ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്നല്ല പത്രോസ് പറഞ്ഞത്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ആമേൻ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കും. കെണി പൊട്ടി. നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഭയമില്ല. ഏറ്റവും അവസാനം പത്രോസ് രക്തസാക്ഷിയായി. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് മരണത്തെ പേടിച്ച് അന്ന് പുള്ളി പറഞ്ഞത്. പിന്നീട് പത്രോസ് രക്തസാക്ഷിയായി. ചരിത്രം പറയുന്നത് പത്രോസിനെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, യേശുവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കണ്ട, അങ്ങനെ ക്രൂശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. യേശുവിനെ ക്രൂശിച്ചതിന് വിരുദ്ധമായിട്ട് തല കീഴായിട്ട് എന്നെ ക്രൂശിച്ചാൽ മതി. കാരണം എനിക്ക് അവൻ്റെ കാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് മരിക്കണം. ഹല്ലേലൂയ. യേശുവിനെ തള്ളിപ്പറഞ്ഞ പിശാച് അങ്ങനെ ആ നിലയിൽ അത്രത്തോളം തീരുമാനങ്ങളുള്ളവനെ കെണിവെച്ച് തകർക്കാൻ പദ്ധതിയിട്ട പിശാചിന്റെ സകല കെണികളെ പൊട്ടിച്ച് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ കർത്താവ് വിശ്വസ്തനാണ്. മടങ്ങി വരാൻ മനസ്സുള്ളവനെ ഇന്ന് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കും. പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ മടങ്ങി വാ. നിങ്ങളിരിക്കുന്നിടത്ത് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നീ തകർന്നൊരു വ്യക്തിയാണോ? നീതി ന്യായവും നിന്റെ ഭാഗത്തുള്ളപ്പോൾ ആമേൻ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? നിന്നെ തെറ്റുകാരിയാക്കുന്നുണ്ടോ? കുറ്റപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. ആമേൻ. ഒരു പഴയ പാട്ടിൻ്റെ ഒരു ശീലം ഞാൻ പാടാം. ഇത് നിന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ?
ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയം തരാം ഞാൻ കൂടെയില്ലേ, എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ, എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയം തരാം ഞാൻ കൂടെയില്ലേ, എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഈ വചനം കേട്ട് ജീവിതത്തിൽ തീരുമാനമെടുത്ത മക്കളെ അനുഗ്രഹിക്കുകയും നീ അവരുടെ കണ്ണീർ തുടക്കുകയും നീ അവരെ സൗഖ്യമാക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യണം. ദൈവസമാധാനം സകല ബുദ്ധിയും കവിഞ്ഞ് സമാധാനം അവരുടെ കുടുംബത്തിൽ തങ്ങി നിൽക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ വിളിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ രോഗമോ നിങ്ങളുടെ കുടുംബജീവിത പ്രശ്നങ്ങളോ നിങ്ങളുടെ തകർച്ചകളോ എന്തുമായിക്കൊള്ളട്ടെ, വിടുവിക്കുന്ന യേശു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആമേൻ, പേരൂർക്കട നെടുമങ്ങാട് റോഡിൽ കരകുളം കൂട്ടപ്പാറ ഡിവൈൻ സെൻട്രൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെയും, എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 12:30 വരെയും ആരാധന, വിടുതൽ ശുശ്രൂഷ ഞാൻ തന്നെ ആമേൻ അവിടെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നു. താല്പര്യത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.